I am here to live a legacy. I am here to discover my true potential. This platform is not just a dream. It's a promise that I have given to my 15-year-old self. നമ്മുടെ ഉള്ളിലെ ഭയത്തെ നമ്മൾ മറികടന്നാൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്. വിവാഹം എനിക്ക് സ്നേഹം തന്നു, മാതൃത്വം എനിക്ക് കരുത്ത് തന്നു. ഈ വേദി എനിക്കൊരു ശബ്ദം നൽകുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും പ്രകാശം പരത്താം. ആകാശത്തെ കീഴടക്കി മാതൃത്വത്തെ ആലിംഗനം ചെയ്ത് ഇന്ന് ഈ സ്വപ്നവേദി വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് നൃത്തവും യാത്രകളുമാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് എന്നെ ഈ വേദിയിൽ എത്തിച്ചത്. സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാം. ഏത് മേഖലയിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് സ്ത്രീകൾ. എൻ്റെ കഴിവുകൾക്ക് വേദിയാകുകയും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുക കൊടുക്കാനും ഞാൻ ഈ അവസരത്തെ കാണുന്നു. നമുക്കായി കുറച്ച് ടൈം കണ്ടെത്തുക, സ്വയം സ്നേഹിക്കുക, ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ഓരോ പുതിയ ദിവസം ഒരു പുതിയ അവസരമാണ്. എൻ്റെ കഴിഞ്ഞ കാലം എന്നെ നിർവചിക്കുന്നുമില്ല. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ കഴിവിലുള്ള എൻ്റെ വിശ്വാസമാണ്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. എന്നാൽ ഒരു ലജ്ജയും ഒരു മടിയും കൂടാതെ പറയാം, ഞാൻ ഇന്ന് 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. വിവാഹവും മാതൃത്വവും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു പുതിയ അധ്യായമാണ്. Mrs. Kerala 2025 presented by Espanio Events. Ladies and gentlemen, presenting contestant number 15. Ladies and gentlemen, that is contestant number 15. Thank you. നമസ്കാരം. എൻ്റെ പേര് അശ്വതി ശശിധരൻ. പൂരനഗരിയായ തൃശ്ശൂരിൽ ജനനം. കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി. ISRO, DRDO, ADA എന്ന റിസർച്ച് സ്ഥാപനങ്ങളിലും ഞാൻ പ്രവർത്തിച്ചു. സർവോപരി IEEE എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എൻ്റെ റിസർച്ച് പേപ്പറും അവതരിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ ബഹ്റൈനിൽ എൻ്റെ ഭർത്താവും 2 മക്കളും അടങ്ങിയ കുടുംബത്തിൽ ഞാൻ താമസിക്കുന്നു. അവിടെ എൻ്റെ പാഷനായ സ്ട്രിങ് ആർട്ട് ഒരു പ്രൊഫഷനുമാക്കി ഞാൻ മുന്നോട്ട് നേരിടുന്നു. ഐ എം ഹിയർ ടു ലിവ് എ ലെഗസി. ഐ എം ഹിയർ ടു ഡിസ്കവർ മൈ ട്രൂ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും നന്ദി. താങ്ക് യു എസ്പാനിയോ ഇവൻറ്റ്സ് ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ്. താങ്ക് യു. Thank you so much and all the very best. That was contestant number 15. Thank you. Moving on, presenting contestant number 16. Ladies and gentlemen, please put your hands together for contestant number 16. We have contestant number 16 giving her introduction. All yours. Namaskaram. With all the love and respect to the judges and the people who have gathered here today, I am Naomi Sheila Kumari Sugadan, coming from the capital city of Kerala, Thiruvananthapuram. I am an electrical and electronics engineering graduate, and currently I am working in a road and infrastructure project, Sharjah, UAE. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ മൂല്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ദിസ് പ്ലാറ്റ്ഫോം ഈസ് നോട്ട് ജസ്റ്റ് എ ഡ്രീം. ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് ഐ ഹാവ് ഗിവൻ ടു മൈ 15-year-old self. That's why I am here today to represent the journey of empowering, embracing, evolving and exploring womanhood. Thank you. This is Naomi Sheila Kumari Sugadan. Thank you so much. Thank you. Judges, please note we have contestant number 17 coming in.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനു വി ശങ്കർ. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. കുട്ടിക്കാലത്തെ എൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ചിറക് വിരിച്ചുയർത്താൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവർ രണ്ടുപേരും തന്നെയാണ്. ഒപ്പം കുറച്ച് നല്ല സുഹൃത്തുക്കളെയും നല്ലൊരു പങ്കാളിയെയും എനിക്ക് ലഭിച്ചു. ജീവിതത്തിൽ അനവധി പരാജയങ്ങളും തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് യാതൊന്നും എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമില്ല. കാരണം അത്തരം സാഹചര്യങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റാൻ സഹായിച്ചത്. ഒരിക്കൽ ഭയത്താൽ മുന്നോട്ടുള്ള വഴികളെല്ലാം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അതിനെയെല്ലാം മറികടന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഈ ലോകത്തിനോടും ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ള സന്ദേശം ഇത്രമാത്രം: നമ്മുടെ ഉള്ളിലെ ഭയത്തെ നമ്മൾ മറികടന്നാൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്. നന്ദി, നമസ്കാരം. Well, that was contestant number 17. Thank you so much and all the very best. Moving on, judges, please note we have contestant number 18. Our next contestant, we have contestant number 18 coming in. That is contestant number 18 and all yours. വിവാഹം എനിക്ക് സ്നേഹം തന്നു, മാതൃത്വം എനിക്ക് കരുത്ത് തന്നു, ഈ വേദി എനിക്കൊരു ശബ്ദം നൽകുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്വേത. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഹൃദയം കൊണ്ട് ഒരു കലാകാരിയും തൊഴിൽ പ്രകാരം ഒരു ആർക്കിടെക്റ്റുമാണ് ഞാൻ. ഒരു അമ്മയായും ഒരു ഭാര്യയായും ഒരു ആർക്കിടെക്റ്റായും ഞാൻ കെട്ടിപ്പടുത്തുന്നത് വീടുകൾ മാത്രമല്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഇടങ്ങൾ ഞാൻ സൃഷ്ടിക്കുന്നു. സ്വന്തം വഴികളിൽ മുന്നേറുമ്പോൾ ഒരു പുതിയ തുടക്കമായിട്ടാണ് എൻ്റെ ഡിസൈൻ സ്റ്റുഡിയോ രൂപം കൊണ്ടത്. ആ ഉദാത്തമായ തുടക്കം തന്നെയാണ് ഇന്ന് എന്നെ ഈ നിമിഷത്തിലേക്ക് നയിച്ചത്. പുതിയ വഴികളും സാധ്യതകളും തേടി സമൂഹത്തിനും മറ്റുള്ളവർക്കുമായി പ്രചോദനവും മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സന്നദ്ധരായിട്ടുള്ള എല്ലാ ഫിയർലെസ് വുമനും മറ്റെല്ലാവർക്കും ഈ അവസരം സാധ്യമാക്കി തീർത്തതിൽ ഞാൻ നന്ദി പറയുന്നു. Well, thank you so much. That is contestant number 18. Judges, please note that is contestant number 18. Thank you so much and all the very best. Moving on, our next contestant, we have contestant number 19 hitting the ramp. Contestant number 19. നമസ്കാരം കേരളം. എനിക്ക് മുന്നേയുള്ള 3 തലമുറകളിലൊന്നും കാണാത്ത കേൾക്കാത്ത കാര്യം പറയാനും ചെയ്യാനുമൊക്കെയായിട്ട് ഒരുപാട് സന്തോഷത്തോടും ആത്മധൈര്യത്തോടും കൂടി അങ്കമാലിക്കാരിയായ ഞാൻ അയർലൻഡിൽ നിന്നും കരയും കടലും താണ്ടി ഇതാ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ട്യൂണി. By profession, I am a business analyst, currently working as HR tech consultant, founder of Ep Consultancy, founder of Elizabeth Boutique. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വുമൺ എംപവർമെൻറ്റ് ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. സംഗീതത്തെയും നൃത്തത്തെയും നമ്മുടെ കൾച്ചറിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്റ്റീവ് മെമ്പറും സ്ട്രോങ് കോൺട്രിബ്യൂട്ടറുമാണ്. സ്വയം പ്രകാശിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും പ്രകാശം പരത്താം. താങ്ക് യു. Thank you so much. That is contestant number 19. That is contestant number 19. We have 15 more to go. 15 more and hence presenting contestant number 20. Judges, please note we have our next contestant, contestant number 20 hitting the ramp. Ladies and gentlemen, we have contestant number 20 and there we go. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആരതി എഡിസൺ. കൊച്ചിയാണ് സ്വദേശം. ഒരു ക്യാബിൻ ക്രൂ ആയി ആകാശത്ത് പറക്കുക എന്നതായിരുന്നു കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ട വലിയ സ്വപ്നം. എൻ്റെ സ്വപ്നങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് എന്നോട് വാദിച്ച ഒരു സമൂഹത്തിന് മുന്നിൽ 6 വർഷത്തോളം ക്യാബിൻ ക്രൂ ആയി പറന്ന് 40ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരം നൽകിയത്. ഇന്ന് ഞാനൊരു ക്യാബിൻ ക്രൂ ട്രെയിനറാണ്. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമായിരുന്നില്ല.
അമ്മയാവാനുള്ള സ്വപ്നം മിസ്കാരേജിൽ അവസാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ശക്തിയായി എന്നോടൊപ്പം നിന്നത് എൻ്റെ ഭർത്താവ് അരുൺ. ഒടുവിൽ അത്ഭുതം എന്നെ തേടിയെത്തി, എൻ്റെ കുഞ്ഞ് ഒറേലിയ. ആകാശത്തെ കീഴടക്കി മാതൃത്വത്തെ ആലിംഗനം ചെയ്ത് ഇന്ന് ഈ സ്വപ്നവേദി വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു വിമാനമാക്കൂ. ധൈര്യത്തോടെ ചിറക് വിരിച്ച് ഭയമെന്ന കാറ്റിനെതിരെ സഞ്ചരിക്കൂ. ഉയരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. That is contestant number 20. That is contestant number 20. എനിക്ക് തോന്നുന്നു ഇവിടെ ഓരോ contestants സംസാരിക്കുമ്പോഴും നമ്മളെല്ലാം നോക്കുന്നത് അങ്ങോട്ടേക്കല്ലേ, ഹൃദയത്തിൽ ഒരു ഇടിപ്പുമായിട്ട്. യെസ്. With that, moving on to our next contestant, we have contestant number 21. Judges, please note contestant number 21. That is contestant number 21 and all yours. നമുക്കെല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. ആഗ്രഹങ്ങൾ മനസ്സിലടക്കി വെക്കാണ്ട് പൊരുതുക, മുന്നേറുക. പല വേദനകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ബോഡി ഷെയിമിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും അതിനേക്കാൾ ബലമുള്ളൊരു മനസ്സാക്കി തീർക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ പേര് അനു മത്തായി. തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. പിന്നീട് എൻ്റെ യാത്ര എത്തിയത് വിശുദ്ധ നാട് എന്നറിയപ്പെടുന്ന ഇസ്രായേലിൻ്റെ മണ്ണിൽ 6 വർഷമായി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു. 2010 മുതൽ ചാരിറ്റി മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് നൃത്തവും യാത്രകളുമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളതും മോഡൽ രംഗത്തേക്ക് വരിക എന്നുള്ളതുമാണ്. അങ്ങനെ 2025 മിസിസ് തൃശ്ശൂരിൻ്റെ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന ബഹുമതി ലഭിക്കാൻ ഇടയായി. അങ്ങനെ ഇന്ന് ഈ വേദിയിൽ വളരെ ബഹുമാനത്തോടുകൂടിയും സന്തോഷത്തോടെയും നിൽക്കാൻ സാധിച്ചതിൽ മിസിസ് കേരളയുടെ ഇസ്പാനിയോ ടീമിൻ്റെ എല്ലാ അംഗങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Well, that is contestant number 21. All the very best, contestant number 21. With that, moving on to our next contestant, judges, please note we have contestant number 22. Contestant number 22. താങ്ക് യു. നമസ്കാരം. എൻ്റെ സ്വപ്ന ലക്ഷ്യങ്ങളിലേക്കുള്ള തുടക്കമാകട്ടെ മിസിസ് കേരള 2025. ഞാൻ കൃഷ്ണകയ, തിരുവനന്തപുരത്ത്. ബിരുദ പഠനത്തിന് ശേഷം ലാബ് ടെക്നീഷ്യൻ പൂർത്തീകരിച്ചു. പഠനകാലത്ത് എൻ്റെ സ്വപ്നമായിരുന്ന കലാരംഗത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചെങ്കിലും നിരുത്സാഹപ്പെടുത്തലുകളെ അതിജീവിക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല. വിവാഹശേഷം ഒരു ജോലിക്ക് പ്രവേശിച്ചെങ്കിലും കലാരംഗമാണ് എൻ്റെ സ്വപ്നം എന്ന് തിരിച്ചറിഞ്ഞതുകൂടി ആ ജോലി ഉപേക്ഷിച്ചു. ജോലിക്കിടയിലും സോഷ്യൽ മീഡിയ എന്ന സാധ്യത ഉപയോഗിച്ചു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആക്ടിംഗ് ഡിപ്ലോമ ചെയ്യുന്നു. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് എന്നെ ഈ വേദിയിൽ എത്തിച്ചത്. എനിക്ക് ഈ വേദിയിൽ ഒരുക്കി തന്ന സർവേശ്വരന് നന്ദി. Thank you so much. Thank you. We have contestant number 25 coming in. Sorry judges, that is contestant number 23. I apologize, that is contestant number 23. Judges, please note, we have contestant number 23. Thank you. സ്വപ്നം കാണുക, അതിനെ പിന്തുടരുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോളുടെ പേര് തമന്ന എന്ന് വെച്ചത്. എല്ലാവർക്കും എൻ്റെ സ്വാഗതം. എൻ്റെ പേര് ധനലക്ഷ്മി, 39 വയസ്സ്. കൊച്ചിയിൽ നിന്നാണ് ഞാൻ. ദുബായിൽ സപ്ലൈ ചെയിൻ സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇഷ്ടമെന്ന് പറഞ്ഞാൽ സംഗീതം ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതിലൊരു സുഖമില്ലേ? സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാം. അതിൽ പിന്തുടരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാം. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതായിരിക്കും എസ്പാനിയോ ഇവൻറ്റും ഈ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാനുള്ള കാരണം എന്ന് ഞാൻ കരുതുന്നു. സജന മാമിനും എസ്പാനിയോ ഇവൻറ്റിനും എൻ്റെ
നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you so much. That was contestant number 23. Moving on, we have contestant number 24. Judges, please start. We have contestant number 24 coming in. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സ്റ്റെഫി, സ്വദേശം കൊച്ചിയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷനോടൊപ്പം തന്നെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സും ചെയ്തു പോകുന്നു. ഏത് മേഖലയിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് സ്ത്രീകൾ, അല്ലേ? എന്നിട്ടും 8.3% സ്ത്രീകൾ മാത്രമാണ് ഇന്ത്യയിൽ ഒരു തുണ്ട് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്, അതും ഒറ്റയ്ക്ക്. സോ ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 21ാം നൂറ്റാണ്ടിലും അത് വളരെ ചുരുക്കമല്ലേ? സോ വിവാഹം നമ്മുടെ സ്വപ്നങ്ങൾക്കൊരു തടസ്സമാണോ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊരുതിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഖച്ഛായ മാറ്റാൻ നമുക്കല്ലാതെ മറ്റാർക്കാണ് കെൽപ്പുള്ളത്, അല്ലേ? സോ പരസ്പരം കുറവുകൾ പറഞ്ഞ് വലിച്ചു കയറാതെ പരസ്പരം കൈപിടിച്ചുയർത്തുന്ന ഒരു സ്ത്രീ സമൂഹമാണ് എൻ്റെ സ്വപ്നം. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ യുവർ ഡ്രീംസ്, ദെൻ യുവർ ഡ്രീംസ് ബിക്കം ദി സാക്രിഫൈസ്. സോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താം. ഞാനും എൻ്റെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുകയാണ് എൻ്റെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് വഴി. ഇൻവെസ്റ്റ്മെൻറ്റുകളില്ലാതെ നിങ്ങൾക്ക് ഏവർക്കും അത് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. ദൈവത്തിനും കുടുംബത്തിനും ഇസ്പാനിക് വെൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Thank you. That was contestant number 24. That is 24, and moving on to 25. Contestant number 25, our last 10. Judges, please start. Contestant number 25. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയുടെ യാഥാർത്ഥ സൗന്ദര്യം ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ സ്ത്രീയുടെ ശക്തി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഞാൻ ഷെറിൻ ജോർജ്. പാരമ്പര്യവും ആധിഘാതവും ചേർന്ന് ശ്വസിക്കുന്ന കേരളത്തിൻ്റെ ഹൃദയയിടുപ്പായ കൊച്ചി നഗരത്തിൽ നിന്ന് വരുന്നു. ഉപരിപഠനത്തിന് ശേഷം ദുബായിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്ത് പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നതും എന്നെ മുന്നോട്ട് നയിക്കുന്നതും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും ദൈവാനുഗ്രഹവുമാണ്. സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കാനും ആത്മവിശ്വാസം, ധൈര്യം, സ്ത്രീ ശക്തി എന്നീ മൂല്യങ്ങൾ മുന്നോട്ട് വെക്കാനും യുവജനങ്ങളെ കാണിക്കാനും ഞാൻ ഈ വേദിയെ കാണുന്നു. എൻ്റെ കഴിവുകൾക്ക് വേദിയാകുകയും എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാനും ഞാൻ ഈ അവസരത്തെ കാണുന്നു. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. That is contestant number 25. Moving on, we have contestant number 26 coming in. Contestant number 26 about to give her introduction. എല്ലാവർക്കും നമസ്കാരം. തൻ്റെ പേര് സ്വന്തം മകളിലൂടെ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു അച്ഛൻ്റെ മകൾ. ഞാൻ പ്രജിത പ്രകാശൻ, കൊടുങ്ങല്ലൂർ സ്വദേശിനി. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കാതെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച അച്ഛനും അമ്മയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായ ഹസ്ബൻഡ്, 2 മക്കൾ, അമ്മ. ഇതാണ് എൻ്റെ ലോകം. എൻ്റെ ചുറ്റുമുള്ള സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കായി കുറച്ച് ടൈം കണ്ടെത്തുക, സ്വയം സ്നേഹിക്കുക, ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. അതുപോലെ എൻ്റെ പുരുഷ സഹോദരങ്ങളോട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റെസ്പെക്ട്, ഫ്രീഡം, ഫ്രണ്ട്സ്, വെക്കേഷൻസ്, അങ്ങനെ എന്തൊക്കെ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതെല്ലാം നിങ്ങളുടെ പങ്കാളിയായ സ്ത്രീക്കും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സ്ട്രെങ്ത് എൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. അതുതന്നെയാണ് എന്നെ ഈ വേദിയിൽ ഈ 41ാം വയസ്സിലും നിർത്തുന്നത്. താങ്ക് യു. Judges, that is contestant number 26. Moving on, contestant number 27. We have contestant number 27. Presenting contestant number 27. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് താര അനിത മാത്യു, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. പ്രായമുള്ളവർക്ക് കരുതലും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് പരിശീലനവും
മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗും നൽകി സേവനം ചെയ്തു വരുന്നു. എൻ്റെ ഒഴിവു സമയങ്ങളിൽ നൃത്തം ചെയ്യാനും കവിതകൾ എഴുതാനും ഏറെ ഇഷ്ടമാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ ഓർക്കേണ്ടി വന്നാൽ കരുണയുള്ള, സഹാനുഭൂതിയുള്ള, ധൈര്യത്തോടെ മുന്നേറുന്നവളായി ഓർമ്മിക്കുക. കാരണം സൗന്ദര്യം എന്തെന്നാൽ ഉള്ളിൽ നിന്ന് ഉളവാകുന്നതും ബുദ്ധി എന്നത് മറ്റൊരാളെ മനസ്സിലാക്കുവാനുള്ള പക്വതയുമാണ്. ഓരോ പുതിയ ദിവസം ഒരു പുതിയ അവസരമാണ്. എൻ്റെ കഴിഞ്ഞ കാലം എന്നെ നിർവചിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ആത്മവിശ്വാസത്തോടെ എൻ്റെ ആദ്യത്തെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നു. മിസ്സസ് കേരള 2025. നന്ദി, നമസ്കാരം. That is contestant number 27. Thank you and all the very best. With that, moving on, presenting contestant number 28. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സ്നേഹ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എംകോമിന് ശേഷം എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ന്യൂസിലാൻഡിലേക്ക് തിരിച്ചു. ന്യൂസിലാൻഡ് എന്ന രാജ്യം എന്നെ വളരെയധികം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. എങ്ങനെ ഒരു സ്ത്രീ പരാശ്രയം കൂടാതെ ജീവിക്കാമെന്നും എങ്ങനെ തടസ്സങ്ങളെ അതിജീവിക്കാമെന്നും എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഓരോ സ്ത്രീയോടും പറയാനുള്ള ഇതാണ്: നിങ്ങളുടെ അതുല്യമായ ബാഹുല്യവും ആന്തരികമായ സൗന്ദര്യവും മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നേറുക. മിസ്സസ് കേരള കോമ്പറ്റീഷനിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന എന്നിലെ കോൺഫിഡൻസ് വർദ്ധിക്കുക എന്നാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന സജന മാമിനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ ഫാമിലിയോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you so much. That is contestant number 28. That is 28. Moving on, presenting contestant number 29. Contestant number 29 in Mrs. Kerala 2025 by Espanio Evans. സംഭവാമി യുഗേ യുഗേ. ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജസ്ന. ഞാനൊരു ഡോക്ടറാണ്, കൗൺസിലറാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്. തിരകളുടെയും തറികളുടെയും തെയ്യങ്ങളുടെയും നാടായ കണ്ണൂരാണ് എൻ്റെ ജന്മദേശം. എനിക്ക് 9ഉം 4ഉം വയസ്സുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എഴുതിയ ഒരു ലൈനാണ്, ഒരു വരിയാണ്: നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരന്മാരെ പുറത്തു കൊണ്ടുവരൂ, അപ്പോഴാണ് നമ്മുടെ ജീവിതം സംഗീതാത്മകമാകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പാട്ടുപാടലും ഒന്ന് ചിത്രം വരക്കലുമാണ്. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ കഴിവിലുള്ള എൻ്റെ വിശ്വാസമാണ്. ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. That is contestant number 29. We have 5 more to go. Baki 5 പേരും. Please keep that. Your introduction is for 1 minute. Kindly keep that in mind. With that, ladies and gentlemen, presenting the next contestant, contestant number 30. Presenting contestant number 30. We are all set to hear from contestant number 30 and all yours. A very happy good afternoon to all of you. Confidence, grace and passion defines who I am. My name is Dalia Prem from the beautiful city of Alleppey.
a science graduate in chemistry by education, happily married for last 25 years, and a proud mother of an independent daughter. Professionally, I'm working as a purchase manager in a pharmaceutical company, but modeling is my sole true calling. I strongly advocate for women empowerment and believes that motherhood and aspirations can go hand in hand. I joined this beautiful pageant organized by Espiano Group to prove that age is just a number. I strongly advocate that women should actually go for their dreams. They should not wait for others to make wings for them. Just grab the dreams and grab the opportunities. Thank you so much. Thank you so much. That is contestant number 30. Judges, that is contestant number 30. Yes, moving on to our last 4 contestants. Presenting contestant number 31. Presenting contestant number 31. തിരകൾ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അവയുടെ ഉയർച്ച താഴ്ചകളല്ല, താഴ്ചയിൽ നിന്ന് ഉയരുന്നതാണ് നമ്മൾക്ക് കൂടുതൽ കൗതുകം തരുന്നത്. നമസ്കാരം. പൂരനഗരിയിൽ നിന്ന് വരുന്ന എൻ്റെ പേര് ഡോക്ടർ സനിത ഋഷ്യൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റലായ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ CMO ആയി ജോലി ചെയ്യുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ മദർ തെരേസയോട് തോന്നിയ ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ ജോലിയിലേക്ക് എന്നെ മുന്നോട്ട് നയിച്ചത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവുകളിൽ 1000 സൗരമണ്ഡലങ്ങൾ ഉദിക്കട്ടെ. നന്ദി. Thank you so much. That is contestant number 31. All the very best. Thank you. With that, moving on, presenting contestant number 32. Contestant number 32. എല്ലാവർക്കും നന്മകളോടെ ഞാൻ ദേവു തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്നു. MTech പഠനത്തിനു ശേഷം ലെക്ചററായും അസിസ്റ്റൻറ്റ് പ്രൊഫസറായും കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കേരളത്തിലും വിദേശത്തും അധ്യാപികയായും കേരള സർവകലാശാലയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായും പ്രവൃത്തി പരിചയം. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ NCCയിൽ ബെസ്റ്റ് കേഡറ്റ് അവാർഡും കേരളത്തെയും ലക്ഷദ്വീപിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പാരാസീലിങ്ങിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ നേട്ടങ്ങളിലൊന്നാണ്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെയധികം ശക്തിയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും മുന്നേറി വന്നവളാണ് ഞാൻ. ഈ മിസ്സിസ് കേരള എന്ന ഈ വേദി എൻ്റെ ജീവിതകഥ പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ലജ്ജയും ഒരു മടിയും കൂടാതെ പറയാം, ഞാൻ ഇന്ന് 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിതം വളരെ ചെറുതാണ്, അത് ആഘോഷിക്കൂ. എന്നാൽ ഞാനിത് സിമ്പതിക്ക് വേണ്ടിയോ ഒരു വ്യക്തിമായിട്ടോ അല്ല പറയുന്നത്. ഞാനൊരു ട്രൂ വാരിയറാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആസ്വദിക്കുക. താങ്ക് യു. Thank you so much. That is contestant number 32. Well, with that, moving on to our next contestant, presenting contestant number 33. Judges, please note contestant number 33. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തുഷാര.
അഭിമാനപൂർവ്വം പറയുന്നു, എഴുത്തച്ഛൻ്റെ നാടായ മലപ്പുറമാണ് എൻ്റെയും നാട്. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ഒരു അധ്യാപികയാവണമെന്ന ആഗ്രഹത്താൽ ഒരു IT ടീച്ചറായി വർക്ക് ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ അമ്മയാണ്. ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാമെന്ന് എന്നെ അമ്മയാണ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലേക്ക് എൻ്റെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും കൂടി ചേർന്നപ്പോൾ നിറമുള്ളതായി. എനിക്ക് എല്ലാ സ്ത്രീകളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ: വിവാഹവും മാതൃത്വവും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു പുതിയ അധ്യായമാണ്. നന്ദി. Thank you so much. That is contestant number 33. All the very best. With that, moving on to our next contestant. Final, last contestant. Judges, please note our last contestant. Contestant number 34 coming in. ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഒക്കെയാണ് ഒരു സമ്പത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു ചന്ദ്രൻ. കണ്ണുകൾ അഴകുള്ളതാണെന്നെങ്കിൽ കാണുന്ന കാഴ്ചകൾ അതിലേറെ അഴകുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട്ടെ ഒരു പ്രമുഖ ചാരിറ്റബിൾ കണ്ണാശുപത്രിയിൽ ഞാൻ ഒക്ലോപ്ലാസ്റ്റിക് സർജനാണ്. വളർന്നു വരുന്ന നേത്രരോഗ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നൃത്തം, വായന, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ ഇവയെല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു. പലപ്പോഴും അഹങ്കാരിയും നിസ്സംഗയുമായി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. അതിൽ നിന്നുണ്ടായ സംശയങ്ങളെ തരണം ചെയ്യാൻ സഹായിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ കരുതലും എൻ്റെ മകളുടെ പുഞ്ചിരിയുമാണ്. ഇന്നിവിടെ ചുറ്റും കാണുന്ന ഈ മുഖങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രതീക്ഷകൾ കൊണ്ട് നിറഞ്ഞതാവട്ടെ. നന്ദി. Thank you. That was contestant number 34. Thank you so much. All the very best. Well, yes, അങ്ങനെ we have seen all the 34 beautiful ladies, right? അതിൽ it is not about who is moving to the next round. That is a secondary thing. പക്ഷെ what matters is ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഇവിടെ സംസാരിച്ച മിക്കവരും പറഞ്ഞു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന 34 പേരും വെരി സ്ട്രോങ് വുമൺ ആണ്. അവർ 34 പേരും ഈക്വലി ടാലൻറ്റഡ് ആണ്, ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്, ഈക്വലി എല്ലാവർക്കും ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്നവരാണ്. അപ്പം നല്ലൊരു കയ്യടി ഈ വന്ന 34 സുന്ദരികൾക്കും, നല്ലൊരു കയ്യടി. A loud round of applause. Yes, thank you so much. And നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം നമുക്ക് ഒരു വി ഹാവ് എ ബ്യൂട്ടിഫുൾ പാനൽ ഓഫ് ജഡ്ജസ്. പക്ഷേ നമുക്ക് തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ എന്ത് പാടാം. അപ്പോൾ അവരുടെ ഒരു, ഞാൻ പറയില്ലേ, ശരിക്കും അവരാണ് ഹോട്ട് സീറ്റിൽ. അപ്പോൾ ഐ ബിലീവ് വി ഷുഡ് ഗിവ് ദം കപ്പിൾ ഓഫ് മിനിറ്റ്സ് ടു ഗോ ത്രൂ ദ ഫിൽട്രേഷൻ പ്രോസസ്. നമ്മൾ ഇതിൽ നിന്ന് ജഡ്ജസ് തരുന്നതിൽ സെലക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കൊണ്ടുപോകും. സെക്കൻഡ് റൗണ്ട് ഇസ് എ Q&A റൗണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്, വേർ ദി കണ്ടസ്റ്റൻറ്റ് വിൽ പിക്ക് എ ജഡ്ജസ് നെയിം. ആ പേരിലുള്ള ജഡ്ജ് വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ ആൻഡ് ദേ വിൽ ഹാവ് ടു ആൻസർ. സോ അതാണ് നെക്സ്റ്റ് റൗണ്ട് വരുന്നത്. ആൻഡ് ദേ വിൽ ബി വെയറിങ് എ ബ്യൂട്ടിഫുൾ ഗൗൺ ഫോർ ദി സെക്കൻഡ് റൗണ്ട്. അപ്പോൾ എവറിബഡി, ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. So everybody stay with us at Espanio Events presents Mrs. Kerala 2025 media partner Flowers TV. We are going for a quick commercial break. Thank you so much and stay tuned.